ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്നൊരു ജോമെട്രിക്കൽ ചാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ജോമെട്രിക്കൽ ചാർട്ടാണ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമ്മൾ A4 പേപ്പറിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ചതിന് ശേഷം 8 സെൻറ്റിമീറ്റർ നീളമുള്ളൊരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ഓരോ സെൻറ്റിമീറ്റർ വെച്ച് മാർക്ക് ചെയ്യുക. ഇത് നിങ്ങൾക്ക് പിന്നെ ചെയ്താലും മതി. നിങ്ങളുടെ മത്സരത്തിനൊക്കെ പോകുമ്പം സമയം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, നമ്മളത് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കോമ്പസ് എടുത്തതിന് ശേഷം 4 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരയ്ക്കുക. ആ 2 പോയിൻറ്റ്സും കൂട്ടിമുട്ടിച്ചുകൊണ്ടൊരു 4 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിൾ വരയ്ക്കുന്നു. ആ സർക്കിൾ വരച്ചതിന് ശേഷം ആ സർക്കിളിനെ നമ്മൾ അതിൻ്റെ റേഡിയസ് കൊണ്ട് 6 ഈക്വൽ പാർട്സായിട്ട് ഡിവൈഡ് ചെയ്യുക. അതിനകത്ത് രണ്ട് പോയിൻറ്റ് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തതാണ്. ബാക്കി 2 പോയിൻറ്റ് നമ്മൾ ബാക്കി 4 പോയിൻറ്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം ഞാൻ CD/DVD മാർക്കർ ഉപയോഗിച്ച് ഒരു പോയിൻ്റ് കൊടുക്കുന്നു. കാണാൻ വേണ്ടിയാണ് കേട്ടോ. നിങ്ങൾ പെൻസിൽ ഉപയോഗിക്കുക, അതാണ് നല്ലത്. തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. എന്നെ സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ അത് ജോയിൻ ചെയ്യുന്നു, ആ പോയിൻറ്റ്സ് ജോയിൻ ചെയ്യുന്നു. എന്നിട്ട് അതിനും ഓരോ സെൻറ്റിമീറ്റർ വെച്ച് അടയാളപ്പെടുത്തുന്നു. 2 സൈഡിലും അതേപോലെ തന്നെ ചെയ്യുന്നു. ഇങ്ങനെ നമ്മൾ ചെയ്തതിന് ശേഷം ഇനി ചെയ്യുന്നത് കോമ്പസ് ഉപയോഗിച്ച് നമ്മൾ ഈ ഒരു സ്റ്റാർ ആക്കാൻ പോയതിന് 6 പോയിൻറ്റഡ് സ്റ്റാർ. അതിനായിട്ട് നമ്മൾ ആ പോയിൻറ്റുകളിൽ വെച്ചുകൊണ്ട് ആർക്ക് വരയ്ക്കുകയാണ്. പുറത്തേക്ക് ആർക്ക് വീശുന്നു. ആർക്ക് വീശുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിന് ഒരു പോയിൻ്റ് അവിടെ ഉണ്ടാകുന്നുണ്ട്. ആ പോയിൻ്റ് നമ്മൾ ഈ എൻഡ് പോയിൻറ്റ്സ് കൂട്ടിമുട്ടിക്കുന്നു. ഓക്കെ, നമ്മളങ്ങനെ ആർക്കെല്ലാം വരച്ചതിന് ശേഷം അത് കൂട്ടിമുട്ടിക്കുന്ന ലൈൻ വരയ്ക്കുകയാണ്. കൂട്ടിമുട്ടിച്ച് ലൈൻ വരയ്ക്കുകയാണ്. ഇനി അതിൻ്റെ 1, 2, 3, 4 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുന്നു. ഓക്കെ, നമ്മൾ ആ സ്റ്റാർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ ലൈൻസ് തമ്മിൽ ജോയിൻ ചെയ്യുകയാണ്. ആ പോയിൻറ്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ ഒരു ലൈൻ കിട്ടും. ഓക്കെ, അങ്ങനെ നമ്മൾ എല്ലാ സൈഡിലും ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ എല്ലാ സൈഡിലും ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരു സൈഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സൈഡ് അതേപോലെ തന്നെ ചെയ്യുന്നു. ഓക്കെ, 2 സൈഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 3ാമത്തെ സൈഡാണ് ചെയ്യുന്നത്. അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അന്നേരം നമുക്കിങ്ങനെ കുറേ ട്രയാങ്കിൾസ് കിട്ടും. എല്ലാം ഇക്വലായിട്ടുള്ള ട്രയാങ്കിൾസാണ്. ഇനി നമ്മൾ കളറിങ് ആണ്. ഞാൻ ഇവിടെ 1 തൊട്ടാണ് കളർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കളർ ചെയ്യാം. വേണമെങ്കിൽ നടുക്കൊരു 6 പോയിൻറ്റ് സ്റ്റാർ കാണും. അതിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ച് നടുക്കൊരു സ്റ്റാർ ഇട്ടിട്ട് ചെയ്യുന്നതും നല്ലതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കളർ ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് കളർ ചെയ്യുന്നത്. ഓക്കെ, കളറിങ് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് ഗൈസ്. അപ്പം സബ്സ്ക്രൈബ്. താങ്ക് യു.